ഹലോ നമസ്കാരം. ഇത് ഞാൻ സിമിയാണ് കേട്ടോ. അപ്പം വെൽക്കം ടു എ സിമ്പിൾ ഈവനിങ് വ്ലോഗ്. എല്ലാ ദിവസവും ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ പോകണമെന്നൊന്നുമില്ലല്ലോ. എത്ര പ്രൊഡക്റ്റീവ് ആയിരുന്നാലും ചില ഡേയ്സ് ചിലപ്പോൾ നമ്മളൊരു സ്റ്റക്കായ പോലെയോ അൺഇൻസ്പയർഡായിട്ടോ ഒക്കെ ചിലപ്പോൾ തോന്നാറില്ലേ. എനിക്ക് സത്യം പറയട്ടെ, ഇത് അങ്ങനെ ഒരു ദിവസമായിരുന്നു. ജിറ്റു ഒപ്പിച്ചിട്ട് തിരക്കായിരുന്നിട്ട് തന്നെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, കുഞ്ഞിനെയും കൂട്ടി എന്നൊന്ന് പുറത്ത് പോയിട്ട് വരാൻ. സോ ഐ തോട്ട് ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. അങ്ങനെ ഞാൻ എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങി കുഞ്ഞിയായിട്ട് ഒന്ന് പുറത്ത് കറങ്ങിയിട്ട് വരാമെന്ന് വെച്ചു, ടു റീചാർജ് മൈ ബാറ്ററീസ്. അപ്പം നമ്മൾ പോയത് കെ-മാർട്ടിലേക്കാണ്. കെ-മാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവർക്കായിട്ട് അത് ഓസ്ട്രേലിയയിലെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചെയിൻ റീറ്റെയിലറാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. നമ്മളറിയാതെ സാധനം വാങ്ങിക്കുന്നതിന് എണ്ണ അങ്ങ് കൂടിപ്പോവും. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാഡിയസ് കുറച്ച് വാങ്ങിക്കാമെന്നായിരുന്നു. അപ്പോൾ എനിക്ക് ഡ്രോയുടെ ഒരു ഏകദേശ ധാരണ മാത്രം ഉള്ളതുകൊണ്ട് ഞാൻ ഇതുപോലെ പെറുക്കിക്കൂട്ടി കിട്ടിയ ഗ്യാപ്പിൽ പെറുക്കിക്കൂട്ടി വെച്ചിട്ട് അത്ര അങ്ങ് എടുക്കുമായിരുന്നു ചെയ്ത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കുഞ്ഞി അങ്ങ് ഇംപേഷ്യൻ്റായി. കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് പെറുക്കിക്കൂട്ടിയതെങ്കിലും സാധനത്തിൻ്റെ വലിപ്പം കൊണ്ട് ട്രോളി പെട്ടെന്നങ്ങ് നിറഞ്ഞു. അപ്പോൾ എന്നെക്കൊണ്ട് തന്നെ കൂട്ടിയാൽ കൂടുതലെന്ന് കണ്ടപ്പോഴത്തേക്ക് പിന്നെ ചുറ്റിനെ വിളിച്ച് വരുത്തി. ആളിച്ചിരി തിരക്കിലായിരുന്നു, പക്ഷെ ഒന്നും പറഞ്ഞില്ല. ഓൾമോസ്റ്റ് കഴിയാറായില്ലേ അത്ര ഈസി അല്ല അല്ലേ. കുഞ്ഞിക്ക് പോകണം. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ആഘാതം ഒന്ന് തീർക്കാൻ വേണ്ടി അപ്പോൾ ജിറ്റുവിൻ്റെ സജഷനാണ്, എന്നാൽ നമുക്ക് പുറത്തൊന്ന് ഫുഡും കൂടെ ആയാലോ എന്ന്. പിന്നെ അതിനെന്താ കുഴപ്പം, എനിക്ക് യാതൊരു പ്രശ്നമില്ല. അങ്ങനെ നമ്മൾ പ്രിൻസ് ആൽബർട്ട് റെസ്റ്റോറൻറ്റിൽ പോയി ഡിന്നർ കഴിക്കാമെന്ന് വെച്ചു. തേഴ്സ്ഡേ ഈവനിങ് ആയതുകൊണ്ട് തന്നെ തേഴ്സ്ഡേ സ്പെഷ്യൽ സ്റ്റേക്ക് ഉണ്ടായിരുന്നു അവിടെ. വിലക്കയറ്റം ഇവിടെയും ബാധിച്ചെന്ന് തോന്നുന്നു. കാര്യം നേരത്തെ ഇതിൻ്റെ കൂടെ ഗാർഡൻ സാലഡും ഉണ്ടായിരുന്നു. പിന്നെ ഇത് കുറച്ച് ഫില്ലിങ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഇനി എക്സ്ട്രാസ് ഒന്നും പിന്നെ ഓർഡർ ചെയ്തില്ല. അപ്പം ഞാൻ മഷ്റൂം സോസും ജിറ്റു ആണെങ്കിൽ ഹൗസ് ഗ്രേവിയാണ് ഓർഡർ ചെയ്തത് വിത്ത് സ്റ്റേക്ക് ആൻഡ് ചിപ്സ്. സൗത്ത് ഓസ്ട്രേലിയയിലുള്ളവർക്ക് ഇതൊരു ശരിക്കും പറയുമ്പോൾ മസ്റ്റ് ട്രൈ പ്ലേസ് ആണ് കേട്ടോ. കാര്യം എനിക്ക് 1-2 പേര് റെക്കമെൻഡ് ചെയ്തൊരു പ്ലേസ് ആണ്. അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. അപ്പം എനിവേ ഹൈലി റെക്കമെൻഡഡ് പ്ലേസ് ആണിത് കേട്ടോ. കുഞ്ഞ് ഇതെന്നാണ് കിടന്ന് ഉറങ്ങുകയാണ്. പിന്നെ അവളെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളൊരു സൈഡിൽ ഇരുത്തിയിട്ടുണ്ട്. നമ്മുടെ സെക്ഷനിൽ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതേസമയം ബാക്കിയുള്ള ഏരിയാസിലൊക്കെ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ കാം ആൻഡ് ക്വയറ്റായിട്ട് ഇങ്ങനെ ഇരുന്നതുകൊണ്ട് നമ്മൾ പിന്നെ വർത്താനം പറഞ്ഞ് അവിടെ ഇരുന്നു. പിന്നെ ഈ പാത്രങ്ങൾ പെറുക്കി വെക്കുന്നത് വീട്ടിലാണെന്ന് വിചാരിച്ച് നമ്മൾ ഓർമ്മയില്ലാതെ ചെയ്യുന്നതല്ല കേട്ടോ. അതൊരു പ്രാക്ടീസ് ആയിപ്പോയി. വേണമെങ്കിൽ നമുക്ക് ഈ ടേബിൾ നമ്മൾ മെസ്സി ആയിട്ട് സ്കാറ്റേഡ് ആയിട്ട് സാധനങ്ങൾ വിട്ട് നമുക്ക് എണീറ്റ് പോവാം. അപ്പം അത് എടുക്കാൻ വരുന്ന ആളുടെ ഒരു മനസ്സിൽ ഉണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എത്രത്തോളം ആയിരിക്കും. അതേസമയം ഒന്ന് ഗ്യാദർ ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഗിൽറ്റ് ഫീലില്ല. ആ എടുത്തുകൊണ്ട് പോകുന്ന ആൾക്ക് പണി ഈസി ആവുകയും ചെയ്യും. പിന്നെ അവരോട് നമ്മൾ ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആവാതെ, ഒരു കണക്കിൽ പറഞ്ഞാൽ ദിസ് മേ ബി എ വേ ഓഫ് ഷോയിങ് അപ്രിസിയേഷൻ ഫോർ ദോസ് ഹു സെർവ് ഫോർ അസ്. അത് ഇവിടെ നല്ല എവിടെ ആയിരുന്നല്ലോ കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ച് നമ്മൾ റീചാർജ് ആയി കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒന്ന് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ട് 2-3 ആഴ്ച പെൻഡിങ് വെച്ചൊരു പരിപാടി ഉണ്ടായിരുന്നു, സീഡ്ലിങ് ഉണ്ടാക്കുക. അപ്പം സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക് സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് മുമ്പ് തന്നെ സീഡ് ഇട്ടാലല്ലേ കിളുത്ത് കയറത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നമ്മൾ വാങ്ങിച്ച സീഡ്സും കുറച്ച് നമ്മൾ കളക്ട് ചെയ്ത് വെച്ച സീഡ്സും ഒക്കെ ആയിട്ട് കുഴിച്ചിടാമെന്ന് വെച്ചു. അപ്പോൾ ഇത് ജസ്റ്റ് പോട്ടി മിക്സ് ഈ ട്രെയിലോട്ട് ആഡ് ചെയ്ത് കുറച്ച് വളവും ഇട്ട് നമ്മൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് നിത്യവഴുതനങ്ങ, സ്നേക്ക് ബീൻസ്, ക്ലൈംബിംഗ് ബീൻസ്, അങ്ങനെ കുറച്ച് പാവയ്ക്കയുടെ വിത്ത്, കുറച്ച് മത്തങ്ങയുടെ വിത്ത്, ഇതെല്ലാം കൂടെ നമ്മൾ കുഴിച്ചിടുക ചെയ്യുന്നത്. പിന്നെ ഇത് സെപ്റ്റംബർ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് മുളച്ച് കയറുമെന്ന് നമ്മളങ്ങ് വിചാരിക്കുകയാണ്. ഇപ്പം ചെറിയ തണുപ്പുണ്ട്, തണുപ്പ് മാറിയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ കിളുത്ത് വരുമെന്നും അറിയത്തില്ല. കാര്യം കുറച്ച് നമ്മളിരുന്ന മത്തങ്ങയുടെ ഒക്കെ വിത്ത് ഇച്ചിരി പഴയതാണ്. അപ്പം വാങ്ങിച്ച മത്തങ്ങയാണോ വീട്ടിലുണ്ടായ മത്തങ്ങയാണോ കളക്ട് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് ഓർഡറൊക്കെ മാറിപ്പോയി. അതുകൊണ്ട് ഏതാണ് കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല. അപ്പം പിന്നെ കാളം പൂളം ഇട്ടങ്ങ് വെച്ചു.
എന്തേലും ആട്ടെ, ആകുന്നത് വെച്ച് കിട്ടിയാൽ അതായല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇപ്പോഴേ സീഡൊക്കെ ഇട്ട് മുളപ്പിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് സ്പ്രിങ് നന്നായിട്ട് നമുക്ക് ആ സ്പ്രിങ്ങിൻ്റെ ഫുൾ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. കാര്യം ആ സമയത്തെല്ലാം വളർന്നു നിന്ന് നമുക്ക് കിട്ടും. അല്ലെ പിന്നെ സമ്മറായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ എല്ലാത്തിൻ്റെയും വളർച്ച കണക്കാം. എനിവേ ഈ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വലിയ ആശ്വാസം. കാര്യം ഒരു വലിയ ടാസ്ക് അച്ചീവ് ചെയ്ത പോലെയായിരുന്നു. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഈ മണ്ണിലോട്ട് ഡയറക്റ്റായിട്ട് വെക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോഴും പുറത്ത് മഴയും തണുപ്പും ഒക്കെ ഉള്ളത് കൊണ്ട് വീട്ടിനുള്ളിൽ തന്നെ വെച്ചാണ് ഇപ്പം ഇനി ഇതിനെ കിളിപ്പിക്കേണ്ടത്. അപ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് ഇതുപോലെ ഒരു ട്രേയിൽ കുറച്ച് സീഡ് ജസ്റ്റ് ടിഷ്യൂവിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെന്തായെന്ന് നോക്കിയപ്പോഴത്തേക്ക് അതിന് കുഞ്ഞായിട്ട് മുള പൊട്ടി വന്നിട്ടുണ്ട്. കാണാനും മാത്രം അങ്ങോട്ട് പുറത്തോട്ട് കാണാനും മാത്രം ആയിട്ടില്ല, പക്ഷേ മുള പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനെ ഒന്ന് മാറ്റി മണ്ണിലോട്ടൊന്ന് വെക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് മുള പൊട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് തോന്നിയത്. അപ്പോൾ നമ്മൾ കേമാട്ടി പോയി എന്താ വാങ്ങിച്ചെന്നും കൂടെ കണ്ടാലോ. കുഞ്ഞി എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അവൾ സമ്മതിക്കുന്ന പോലെയാണ് എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എങ്ങനെയാണ് കഴിഞ്ഞിട്ടുണ്ട് എനിക്കിതെല്ലാം ഒന്ന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് നമുക്ക് എവിടെ നിന്നാ കുഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണ്ടേ? കുഞ്ഞ് സമ്മതിക്കുക, കുഞ്ഞ് ഗുഡായിട്ടിരിക്കുക. ഇരിക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതുപോലെ ഹോം ഡെക്കോറാണ് മെയിനായിട്ട് വാങ്ങിച്ചത്. പിന്നെ കുറച്ച് കിച്ചൺ ഓർഗനൈസേഷൻ സ്റ്റെപ്സും. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിത് പ്രോപ്പറായിട്ടൊരു ഹൗൾ വീഡിയോ ചെയ്തിട്ടില്ല. എനിക്ക് ഹൗൾ വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഓർത്ത് എന്നെ പോലെ ഹൗൾ വീഡിയോസ് ഇഷ്ടമുള്ളവർക്ക് ചുമ്മാ ഒരു രസമല്ലേ. അപ്പം നമ്മൾ ഇതൊരു ഡെക്കോറേറ്റമാണ് വാങ്ങിച്ച ഒരു വാസ് വിത്ത് പ്ലാന്റർ വിത്ത് എന്താ ഇത് പറയുന്നത്, ആർട്ടിഫിഷ്യൽ ട്രെയിലിംഗ് പ്ലാന്റിൻ്റെ പോട്ട്. അപ്പോൾ കുഞ്ഞൊരു പോട്ടുമായിട്ട് ഇങ്ങനെ വെച്ചു. അപ്പോൾ ഞാൻ ഇച്ചിരി ഹൈറ്റുള്ള സ്ഥലത്തൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ നല്ല തൂങ്ങി കിടക്കുന്ന കാണുമ്പോഴത്തേക്ക് നല്ലൊരു ഭംഗിയല്ലേ. അപ്പം അതുകൊണ്ട് ഇതെടുത്തു. പിന്നെ ഇതൊരു സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു കുഞ്ഞ് പ്ലാന്ററൊക്കെ ആയിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ സ്റ്റോൺസ് ഒക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു നാച്ചുറാലിറ്റി തോന്നുന്നുണ്ട്. ഇത് ഫോക്സ് പ്ലാന്റ് ആണെങ്കിലും നല്ലൊരു നാച്ചുറാലിറ്റി തോന്നുന്നുണ്ട്. ചിലപ്പോൾ ഓർക്കും ഈ എന്താ പറയുന്നത് റിയൽ പ്ലാന്റ്സ് എല്ലാം മാറ്റി ആർട്ടിഫിഷ്യലിലോട്ട് മാറിയാലുള്ളത്. കാര്യം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ്. പിന്നെ എല്ലാം പ്ലാന്റിനെ കൊല്ലണം, പിന്നെ അടുത്തത് വാങ്ങിച്ചു വെക്കണം. അതിനെക്കാട്ടും ഇതൊന്ന് ജസ്റ്റ് തൂത്ത് കൊടുത്താൽ മതിയല്ലോ. മറ്റേ എന്തൊക്കെ വിചാരിച്ചാലും ഒരിക്കലും നടക്കാറില്ല. അപ്പോൾ എനിവേസ് ഇത് നല്ലൊരു മീഡിയം സൈസാണ്. നല്ല കളറൊക്കെ ആയിട്ട് നല്ല ഒറിജിനാലിറ്റി ഉള്ള ഇതിൻ്റെ ഈ സ്ട്രൈപ്സ് ഒക്കെ, ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ സ്ട്രൈപ്സ് ഒക്കെ നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. പിന്നെ ഈ ജാഴ്സ് വാങ്ങിച്ചു കേട്ടോ. ഇത് 2 സൈസ് നമ്മൾ വാങ്ങിച്ചത്. നമ്മൾ എത്രണ്ണം വാങ്ങിച്ചു? 4 എണ്ണം വാങ്ങിച്ചു. അപ്പം ഇതൊരു മീഡിയം സൈസ്, ഇതിൻ്റെ സ്മോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വുഡിൻ്റെയാണ് ഇതിൻ്റെ ലിഡ്. ഇതുണ്ട്, ഇത് വുഡിൻ്റെ ലിഡൊക്കെ ആയിട്ട് ഉള്ളതാണ്. അപ്പം വലിയ എന്താ പറയുന്ന അങ്ങ് ഫോഴ്സ്ഫുള്ളി ടൈറ്റ് ഒന്നും ആകുമല്ല, പക്ഷേ ഇത് സീലായിക്കോളും, ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറായിട്ട് ആയിക്കോളും. പിന്നെ നല്ല ഭരണിയായിട്ട് തോന്നി. കാര്യം ഇത് നാട്ടിലത്തെ ഒരു നമ്മളെ ബേക്കറികളിലൊക്കെ കാണത്തില്ലേ ഇങ്ങനെ കുക്കീസൊക്കെ ഇങ്ങനെ അടുക്കി ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇതൊരു മീഡിയം സൈസും പിന്നെ ലാർജ്. പിന്നെ നമ്മളിത് ഈ ഒരു സൈസ് പോട്ട് എടുത്തിട്ടുണ്ട്. പോട്ടല്ല, വാസ് എടുത്തിട്ടുണ്ട്. ഒരു ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഏൺ ഷേപ്പ് വാസാണ്. അപ്പം ഉള്ളിൽ സെറാമിക് ഗ്ലേസ്ഡ് ആണ്. പിന്നെ അത് ഇപ്പോഴത്തെ ഒരു മിനിമലിസ്റ്റ് നല്ല ടെക്സ്ചേർഡ്. അപ്പം നമുക്ക് DIY ഒക്കെ ചെയ്യണമെങ്കിൽ അതും ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തതാണ്. അപ്പം ഇത് ഇങ്ങനെ ഒരു പോട്ട്. പിന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് സൈസായിട്ട് ഇതുണ്ട്. ഇത് ഈ ഒരെണ്ണം ഇത് സെയിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇതിന് സ്റ്റെം വേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റെം വേസ് എടുത്തു. ഇതൊരു ഫോക്സ് പ്ലാന്റ് ആയിട്ട് ഒരു ചെറിയ ഒരെണ്ണം എടുത്തു. ഇതെന്താ ഇത് പറയുന്നത്? സെബ്രീന ആർട്ടിഫിഷ്യൽ സെബ്രീന ഇൻ പോട്ട്. അപ്പോൾ ഇതൊരു നല്ല ക്യൂട്ടായിട്ടൊരു മീഡിയം സൈസ് അങ്ങനെയായിട്ടിരിക്കുന്നത്. നമ്മളിത് എത്ര ഈ പ്ലാന്റ് വളർത്തുകയെന്നറിയാം. എല്ലാ പ്രാവശ്യം ഇപ്പോൾ ഒരു പർപ്പിൾ കളർ ഇവിടെ ഇരിപ്പുണ്ട്, അല്ലാതെ ബാക്കിയെല്ലാം ചത്തുപോയി. അപ്പോൾ ഞാൻ ഓഫീസിലോട്ട് തിരിച്ചു പോവുകയാണല്ലോ. അപ്പം ഞാൻ ഓർത്ത് എന്തെങ്കിലുമൊക്കെ ടേബിൾ ഡെക്കോറിന് അങ്ങോട്ടേക്കും കൂടെ കുറച്ചൊക്കെ എടുത്താലോ എന്ന്. അപ്പം അങ്ങനെ എടുത്തതാണ്. നല്ല ഇതിൻ്റെ ഈ എന്താ പറയുക, ഈ സ്റ്റെമ്മൊക്കെ നോക്കിയാൽ നല്ല തളിർത്ത് നല്ല കുഞ്ഞ് തള്ളീരല്ല, നല്ല ഒറിജിനാലിറ്റി ഉള്ള ഇലയാണ് നോക്കി. പിന്നെ ഇത് നോക്കി, ഇത് മഗ്നോളിയയുടെ സ്റ്റെമ്മാണ്.
അപ്പോൾ ഇത് അത്യാവശ്യം നല്ല നീളത്തിലുള്ളൊരു സ്റ്റെമ്മ, നമുക്ക് വലുതായിട്ട് നമുക്ക് വെക്കാം. പക്ഷെ ഞാനിതിൻ്റെ വളച്ച് വെച്ചിട്ട് ഇതിൻ്റെ സ്റ്റെം വളച്ചിട്ട് ഞാനത് ഷോർട്ടൺ ചെയ്യും എവിടെയെങ്കിലും നമുക്ക്. എനിക്ക് ഇത്രയും നീളത്തിൽ വേണ്ട, പക്ഷെ നല്ല വൈറ്റായിട്ട് നല്ല നല്ല ഭംഗിയിലുണ്ട്. അതായത് അപ്പോൾ ഒരു മക്കരോണിയ കുഞ്ഞിക്ക് ഇഷ്ടപ്പെട്ടോ? നല്ലതാണ് ഫ്ലവർ. യെസ് യെസ്. പിന്നെ ക്യാൻഡിൽ, ജിഞ്ചർ, ഗുവാവ, അങ്ങനെ മിക്സ് ഓഫ് കുറേ ഉണ്ട്. ടെറാസോ വേവ് ക്യാൻഡിൽ. ഇതിൻ്റെ സെഡർവുഡ്, ജിഞ്ചർ, ഗുവാവ, മെയിനായിട്ട് ഗുവാവ, ട്യൂബ്രോസ്. പിന്നെ കുറേ എന്തൊക്കെയോ മണമുണ്ടോ നോക്കിയേ? ഉണ്ടോ? മണമുണ്ടോ? നമ്മളൊരു ക്യാൻഡിൽ പേഴ്സണാണ്, അപ്പം വീട് മൊത്തം ക്യാൻഡിൽസ് ഉണ്ട്. അപ്പം ജസ്റ്റ് ഒരു അഡീഷൻ. ഇത് നോക്കി നല്ല ക്യൂട്ടായിട്ടൊരു നാപ്കിൻ്റെ ഒരു 4 സെറ്റ്സ് ഉണ്ട്. കിച്ചൺ നാപ്കിനാണ്, നല്ല ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ ഇത് കെമാർട്ടിസ് പ്രോഡക്റ്റ് കൊളാബറേറ്റ് വിത്ത് കൈരളി ഷീൽസോ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ്, ഇതൊരു ഒറിജിനൽ ആർട്ടിസ്റ്റാണ്. അപ്പം പുള്ളിക്കാരിയുടെ ആർട്ടിൻ്റെ ഇതാണ്. നല്ല കളറൊക്കെ നല്ല എന്താ പറയുക, സോഫ്റ്റായിട്ടും, അതായത് വലിയ എന്താ പറയുന്നത്, ഇടിവെട്ട് കളറൊന്നും അല്ലല്ലോ, നല്ല പ്ലീസിങ് കളറായിട്ട് തോന്നി. നല്ല രസമുണ്ട്. പിന്നെ ഇതിനൊക്കെ ഓരോ റിസംബ്ലൻസ് ഉണ്ട് കേട്ടോ. ഈ അബോറിജിനൽസിൻ്റെ നമുക്ക് ഗൂഗിൾ ചെയ്താൽ അറിയാം. അതായത് ഇങ്ങനെ ഓരോ പറയുന്ന ഇവരുടെ എർത്ത്, നേച്ചർ, ഇങ്ങനെ ഓരോന്നിനെ റിസംബിൾ ചെയ്യുന്നതാണ് ഈ ഓരോ വരകളും. അപ്പോൾ കുഞ്ഞി കളിക്കുന്നത് ഇത് നമ്മൾ ക്യൂട്ടായിട്ടുള്ളൊരു എന്താ കാണിക്കുവേല പ്ലീസ്. താങ്ക് യു. നോക്കി, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ലാമ കുഞ്ഞ്. അപ്പം ഞാനിനി ഓഫീസിലോട്ടൊക്കെ തിരിച്ചു പോവുകയാണ്. അപ്പം ഞാൻ ഓർത്ത് ഓഫീസ് ഡെസ്കിൽ വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് വാങ്ങിച്ചു. നല്ലതാണോ? ഓക്കെ, നല്ല. ഇത് കുഞ്ഞിക്ക് ഫേവറേറ്റാണ്. കുഞ്ഞി ഇത് കിട്ടിയപ്പം പോലെ അവൾ ഇതിട്ടുള്ള പിടുത്തമാണ്. സമ്മതിക്കുന്നില്ല. പിന്നെ ഇങ്ങനത്തെ കുറേ കിച്ചൺ നമ്മളുടെ സ്റ്റോറേജ് സ്പേസിന് വേണ്ടിയിട്ട് കുറേ അതായത് കുറേ സൈസിലുള്ള ഇങ്ങനെ ബോക്സസ് ആയിട്ടുള്ള വാങ്ങിച്ചു, ഡ്രോ ഒക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചുകൂടെ എന്താ ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് എടുത്തതാണ്. പിന്നെ അതെ ഇത് കണ്ടോ, ചിപ്സിൻ്റെയൊക്കെ പാക്കറ്റ്സിലിങ്ങനെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടായിട്ട് നല്ല ക്ലിപ്സ്, 4 ക്ലിപ്സ് ഉണ്ട്. അപ്പോഴത്തേക്കുണ്ട് ലേസിൻ്റെയൊക്കെ മോഡലുള്ള. അപ്പോൾ ഇങ്ങനെ നമ്മൾ പാക്കറ്റിനൊക്കെ കവറിൽ ഇങ്ങനെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ച് എടുത്ത്. 2 ടൈപ്പ് ഉണ്ട്. ഈ ഒരു ടൈപ്പ് ഉണ്ട്. ഇത് നല്ല രസമല്ലേ, ശരിക്കും റിയൽ ഒരു ഡൊറീറ്റോ ചിപ്സിൻ്റെയൊക്കെ ഒരു രീതിയാണ്. അപ്പം ഇതാണ് സംഭവം. അപ്പോൾ അതെ ഒരു ഗ്രേറ്റർ വാങ്ങിച്ചു. ക്യൂട്ടല്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മീഡിയം സൈസിൻ്റെ ഗ്രേറ്ററാണ്. നമ്മുടെ കയ്യിലിരിക്കുന്നത് തീരെ ചെറുതാണ്. അപ്പോൾ പിന്നെ ഇത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നി. നമ്മൾ മെയിനായിട്ട് പോയത് അരിപ്പാത്രം വാങ്ങിക്കാനാണ്. പക്ഷെ ഞാൻ നോക്കിയ സാധനം ഇല്ലായിരുന്നെങ്കിലും നല്ലൊരെണ്ണം കിട്ടി. കാര്യം ഇങ്ങനെ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലുള്ളൊരു അരിപ്പാത്രം. ഇത് പല സൈസിലുള്ളതുണ്ട്. അത് ഇവിടെ 3 സൈസസ് ഉണ്ട്. ഇവിടെ പല സൈസിലുള്ളതുണ്ട്. പക്ഷെ നമ്മളിതിൻ്റെ ഏറ്റവും ബിഗറാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ അകത്തൊരു കപ്പും വരുന്നുണ്ട്, കവറിലാണ് ഒരു കപ്പ്. ഇത്രയൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു കുഞ്ഞ് കെമാർട്ട് ഹൗള്. അപ്പം അങ്ങനെ നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ടു അവർ ചാനൽ. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കോ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒരു സ്മൈലിയെങ്കിലും ഇടുവാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. കാര്യം നമ്മളൊരു ഗ്രോയിങ് ചാനലാണ്. അപ്പം അൽഗോരിതത്തിന് പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ഹോപ്പ് ദാറ്റ് വിൽ ബി ഈസിയർ ഇഫ് യു പീപ്പിൾ കൺസിഡർ ദാറ്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. Bye-bye.